ഹലോ ഗൈസ്, വാട്ട്സ് അപ്പ്? വെൽക്കം ടു അനദർ വീഡിയോ ബൈ ബൈസേ. അപ്പോൾ നമ്മൾക്ക് കൂടുതലൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല, മറ്റൊരു 10 കൊല്ലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 2 ദിവസം കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അത് ഇൻസ്റ്റൻറ്റ് ഗാനം പിടിച്ചോ വെറും തീയായിട്ട് വന്നിട്ടുണ്ട്. മാപ്പില്ല എന്നാണ് ട്രാക്കിൻ്റെ പേര്. ലൈക്ക് ബീറ്റ് പ്രൊഡ്യൂസ് ബൈ നോയിഡ് സെൻസി ആൻഡ് ലൈക്ക് അതിൻ്റെ ആൽബം ആർട്ട് ചെയ്തിട്ടുള്ളത് ഐഡിയാസ് കൺവേർട്ടറാണ്. ആൻഡ് നമ്മൾ പൂരത്തിനൊക്കെ അടിയുള്ളതെന്ന് പറയില്ലേ, അതായത് എല്ലാവരുടെ അടുത്തൊന്നും കിട്ടുക. ആൽബം ആർട്ട് ഉണ്ടാക്കിയവനും വന്നടിച്ചു, മറ്റേ റാപ്പ് ചെയ്തവരും വന്നടിച്ചു, ബീറ്റ് ചെയ്തവരും വന്നടിച്ചു, എല്ലാവരും വന്നടിക്കുന്ന ഒരു ദയനീയമായ അവസ്ഥയിലാണ് ഇപ്പോൾ ബേബി ഉള്ളത് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് ട്രാക്ക് കേട്ടിട്ട് ബാക്കി പറയാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അതായത് റിയാക്ഷനും ബ്രേക്ക് ഡൗണും. ഇതിൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ ഒന്നുമില്ല കേട്ടോ. ഇത് കേട്ടിട്ട് ഞാൻ ഓഫീസിലിരുന്നപ്പോഴാണ് വി ഡ്രോപ്ഡ് എന്നിട്ട് കുറേ കമൻറ്റ് വന്ന്. ഓഫീസ് കഴിയാൻ ഏകദേശം 4 മണിയാവുമായിരുന്നു ഇവിടുത്തെ. അപ്പോൾ അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു. സോ ഞാൻ ആ ട്രാക്ക് കേട്ടു. അപ്പോൾ ഇത് നമ്മുടെ റിയാക്ഷൻ, ഫസ്റ്റ് റിയാക്ഷൻ അല്ല, റിയാക്ഷൻ പ്ലസ് ബ്രേക്ക് ഡൗൺസ്. ഞാനിതിൽ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ അതെല്ലാം കൂടെ പറയലാണ് ഈ സാധനം. നമുക്ക് ബ്രേക്ക് ഡൗൺ ആയിട്ട് തന്നെ കൂട്ടാം. സോ ഈ ട്രാക്കിൽ തുടക്കം തന്നെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാർട്ടാവുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഓട്ടോറിക്ഷയുടെ ആ ഒരു എന്നിട്ടുള്ള സാധനമാണ് മൊത്തം മറ്റേ ബീറ്റായിട്ട് നോയിഡ് യൂസ് ചെയ്തിട്ടുള്ളത്. മാൻസ് ഈസ് സോ ജീനിയസ്. അതായത് നമ്മുടെ ബേബിജിനെ കളിയാക്കലുണ്ട്, മറ്റേ പാറമ്മ ചിരട്ട വരുന്ന സൗണ്ട് വെച്ചിട്ട് അവൻ എത്ര കാലം പാടും എന്നുള്ളത്. നോയിഡ് അതങ്ങോട്ട് കറക്റ്റ് യൂസ് ചെയ്ത്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ഭാഗത്തുനിന്നും അടി വന്നിട്ടുണ്ട് ബേബിക്ക്. അതായത് ഇതിൽ ആ ചിരട്ട സ്റ്റാർട്ടായിട്ട് പോകുമ്പോൾ ബണ്ടാന വേണം, ബണ്ടാന ഈ സാധനം വെച്ചിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ട്രാക്ക് കേൾക്കാം, ഇങ്ങോട്ട് ബാക്കി സംസാരിക്കാം. അപ്പോൾ ആ ഓട്ടോറിക്ഷയുടെ ആ സാധനം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അതായത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ആ സാധനം കണ്ട. നമസ്കാരം. ഞങ്ങൾ ചതിയംകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാര്. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ കരയുന്ന പോലെ ഉണ്ട് ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. തുടക്കമേ പറഞ്ഞത് ഇത്തവണ മടിയില്ല, ദിസ് ടൈം പേനയ്ക്ക് ക്യാപ്പില്ല. തുടക്കമേ പറഞ്ഞതാ ദിസ് തവണ മടിയില്ല, ദിസ് ടൈമിൽ പേനയ്ക്ക് ക്യാപ്പില്ല. ബ്രോ ഈസ് നോട്ട് ഗോയിങ് സോഫ്റ്റ് ഓൺ യു ബ്രോ. പറയാനുള്ളതൊക്കെ വ്യക്തമായിട്ടും കടുപ്പത്തിലും കിട്ടും. അല്ലെങ്കിൽ ഈ അതിൽ നിൽക്കേണ്ടില്ലായിരുന്നു. അതായത് 10 മാസം കഴിഞ്ഞ് ആരൊക്കെ മറന്നു, എവിടെ എന്നൊക്കെ ചോദിച്ച് ചൊറിയേണ്ടില്ലായിരുന്നു, മിണ്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞു, മറ്റേ റിയാക്ഷൻ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ ബേബിജീൻ്റെ റിപ്ലൈ വന്നപ്പോഴും നമ്മൾ കാത്തിരുന്നത് ബിയുടെ ഇതിനുള്ള റിപ്ലൈ ഉണ്ടാവും, അതിനു വേണ്ടിയിട്ടാണ്. കാരണം അതിലെ കാമ്പ് ഉണ്ടാവുള്ളൂ. റാപ്പേഴ്സ് ഒരുത്തന്റെ ട്രാക്കിലും പ്രോപ്പർ റാപ്പില്ല. സത്യം. ഇത്തവണ മടിയില്ല, ദിസ് ടൈം പേനയ്ക്ക് ക്യാപ്പില്ല. ഒരുത്തന്റെ ട്രാക്കിൽ പ്രോപ്പർ റാപ്പില്ല. ഡൂ ഫോർ ദ ഗൈ, ദാറ്റ്സ് വാട്ട് യു ഗോട്ട് ആഫ്റ്റർ തിങ്കിങ് സോ മച്ച് ദാറ്റ് ഗുച്ചി മുണ്ട്. കുഴപ്പമില്ല, ഒണ്ടേ നീ കാണിക്ക് ഏതേലും A&S വന്നിട്ട് വാങ്ങട്ടെ. ആദ്യം നീ മൈക്കിന്റെ മുമ്പിൽ ചെന്നിട്ട് ചുണ്ടൊന്ന് തുറക്ക്, എന്തേലും തീരുന്ന പോലൊന്ന് മുണ്ട്. എന്നിട്ട് ആലോചിക്കാം അറക്കാൻ ആരെന്ന് മറക്കട്ടെ. ഐം ഫോർ ദ കേൾവിക്കാർ, സോ നമ്മൾ DBയിൽ കേൾപ്പിക്കും. എന്റെ ഒക്കെ പാട്ടൊന്നും കേൾക്കാനേ ആളില്ല എങ്കിൽ നീ ബാർകോഡ് ലോഞ്ചിന് തുള്ളിയത് ആരുടെ കൂടെ. അതിന് മുന്നേ നീ പാർട്ട് ഓഫ് വിച്ച് ഹിപ്പ് ഹോപ്പ് സീൻ? യു നോട് മാണിക്കൻ കുപ്പയിൽ എറിഞ്ഞ ഫക്കിംഗ് ഫേക്ക് റിപ്പ് ഓഫ് ജീൻ. ലേബൽസ് ഇട്ടിട്ട് കാണിക്ക ഡീൽ. ചില്ലറ നോക്കിട്ട് മാത്രവുമല്ല പിള്ളേരെ ഡൂബിൽ പോകുന്ന പാഷൻ. ചില്ലറ നോക്കിയിട്ട് മാത്രമല്ല, പിള്ളേര് ഡൂയിങ് ഇറ്റ് ഫോർ ദ പാഷൻ. സത്യം. അതായത് ഇതിൻ്റെ താഴെ ചില കമൻറ്റുകൾ വന്നിരുന്നു. അതായത് പൈസ കിട്ടിയതുകൊണ്ടല്ലേ, പൈസക്ക് വേണ്ടിയല്ല ആർട്ടിസ്റ്റ് നിൽക്കുന്നത്, ട്രെൻഡ് ആവാനല്ലാണ്ട് പിന്നെ എന്തിനാ പാട്ട് ഇറക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. ബ്രോ, ട്രെൻഡിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ ഈ ട്രാക്ക് ഇറക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ ട്രാക്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ വിജയം. അത് ഈ ഒരു 30 ദിവസം ഇൻസ്റ്റാഗ്രാമിൽ 300 ആളുകൾ റീലിടണേക്കാളും ഭംഗിയാണ് 30 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളെ ട്രാക്ക് ഒരു 3 ആൾ കേട്ടാൽ. മനസ്സിലായ? ഇഫ് യു ഗെറ്റ് ഇറ്റ്, താങ്ക്സ്.
How will you know it? നീ ഒരു wannabe fashion dude. മാപ്പില്ല നീ തന്നെ ശരിക്കും baby. പക്ഷെ നീ ജനിക്കും മുമ്പേ ചത്തല്ലോ. Now you're ചാബിള നീ എന്നെ ശരിക്കും ബേബി, പക്ഷേ നീ ജനിക്കും മുമ്പേ ചത്തല്ലോ. ചാബിള 10 മാസം കൊണ്ട് പെറ്റ ട്രാക്ക് പക്ഷെ കാമ്പില് ഫാക്ട്സ് 10 മാസം കൊണ്ട് പെറ്റ ട്രാക്ക് പക്ഷെ കാമ്പില്ല. ബ്രോ ഈ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം തന്നെ ഇറക്കണമായിരുന്നു. ഇത്ര 10 മാസം കഴിഞ്ഞിട്ട് ഇറക്കുമ്പോൾ അതിൽ കുറച്ചും കൂടെ ഒക്കെ ഒരു ബാർസ് ആളുകൾ പ്രതീക്ഷിക്കും. പക്ഷെ ഇത് നമ്മൾ ഓക്കെ ഒരു റിപ്ലൈഡീസ് വന്നു മലയാളത്തിൽ ഇങ്ങനെയൊക്കെ ഒരു സീന് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് സന്തോഷിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ ആലോചിക്കണം, കുറച്ചും കൂടെ നല്ല ബാർസൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇറക്കിയാൽ യു ക്യാൻ അറ്റ്ലീസ്റ്റ് കോമ്പീറ്റ്. എവിടെയാണ് സ്ട്രീറ്റിൽ എന്തെന്ന് ഇവിടെ റബ്ബർ പാലിനായി ഇത്രയും വെയിറ്റിംഗ് എന്ന് അറിഞ്ഞില്ല. വാപ്പളോ സൗത്തിന്റെ ഷെയിം ആദ്യം നീ തുടച്ച് കള നീ മൗത്തിലെ സ്റ്റെയിൻ റാപ്പി. സൗത്തിന്റെ ഷെയിം ആദ്യം നീ തുടച്ച് കള നിന്റെ മൗത്തിലെ സ്റ്റെയിൻ. എന്നറിയാം നാമ്പിള്ളറുണ്ടാക്കിയ ബേസ് നിനക്ക് ആകെയുള്ള തൊണ്ടയിലെ ബേസ്. റാപ്പേൻ അറിയുന്ന ആളുകൾ ഉണ്ടാക്കിയ ബേസ് നിനക്ക് ആകെയുള്ളത് തൊണ്ടയിലെ ബേസ്. എന്തോന്നടേ all of it sounding the same, not blaming നിന്റെ representation claiming. സത്യം എന്തോന്നടേ all of it sounding the same bro, spitting facts after facts. അതായത് കൂടുതലൊന്നുമില്ല, സത്യങ്ങൾ മാത്രം വിളിച്ചു പറയുന്നു, അതും പച്ചയായ സത്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. കുറേ ട്രാക്കുകൾ നമ്മൾ കണ്ടു. ഈവൻ ഞാൻ മറ്റേ നിയോൺ റൈഡൊക്കെ എനിക്ക് റിയാക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്താ അതിൽ പുതിയതായിട്ടുള്ളത്? ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത്. ഹൗ ലോങ് വി ക്യാൻ ഹിയർ ദ സെയിം മോഡിലുള്ള ട്രാക്കുകൾ, ശരിയല്ലേ? That it's about the region, but clearly there's a lie in it. Even though Sultan just a praja drop ഒക്കെ കഴിഞ്ഞങ്ങ് പോയല്ലേ എന്താ അളിയ കഥ പങ്കുചേരലോ അതും with ഹാബിഷിൻ വ്യത. ഹാബിഷിൻ വ്യത മീൻസ് ഹാബിഷ് റഹ്മാൻ നമ്മളെ ബേബിജിയുടെ ശരിക്കുള്ള പേരല്ലേ, ഹാബിഷിൻ വ്യത. നോക്കണോ വേണ്ടത് താപടി rolled up ഗദ. You know you turned your back on ഓർത്ത് വെക്ക് നീ മൈരെ hold up brother. ഇതാണ് നിന്റെ beef that was not even nice. ഒരു പത്തിരിയട ചെമ്പിലി ഇതാണ് നിന്റെയൊക്കെ ബീഫ് ദാറ്റ് നോട്ട് ഈവൻ നൈസ് പത്തിരിയടാ. മാൻ നോക്കണോ വേണ്ടത് താപടി rolled up ഗദ. You know you turned your back on ഓർത്ത് വെക്ക് നീ മൈരെ hold up brother. ഇതാണ് നിന്റെ beef that was not even nice. ഒരു പത്തിരിയട ചെമ്പിലി എന്താണോ കല്യാണോ വേവന എന്തോരം താമസം തിരിച്ചൊക്കെ കൂട്ടിട്ട് കത്തുന്നില്ല. ചെമ്പില് എന്താണോ കല്ലാണോ വേവാനെ താമസം തിരിച്ചൊന്നും കൂട്ടിയിട്ട് കത്തുന്നില്ല. സത്യം കത്തിയില്ല, സാധനം മാപ്പിള കത്തിയില്ല. സത്യമാണ് പറഞ്ഞത്, പക്ഷെ മാപ്പില്ല കത്തും. കവിയാണോ ഞാനെന്ന് ചെവിയിലേക്ക് എന്തേലും എടുക്കുന്നവർക്ക് അറിയാം, തലയിലെ കണ മാത്രമുള്ളൊരു നാറുകൾ അറിയാനോ വഴിയൊട്ടുമില്ല. ആ തലക്കനം ആ ഒരു ട്രാക്കിന് വേണ്ടിയിട്ടുള്ള കൊട്ടാണ് അവിടെ വന്നത്. പിന്നെ വികടകവിയുടെ അതായത് 2 കുടം കവിയണ കൊണ പറയണ കവിയാണോ നീ എന്നുള്ള സാധനം വന്നില്ലേ, അതിനുള്ള റിപ്ലൈയും കൂടിയാണിത്. സത്യം ഞാനാടാ മുത്തപ്പ മാർപ്പാപ്പ ഫ്രോടാ ശരിയാടാ. സത്യം ബ്രോ, ദാറ്റ്സ് എ ഫാക്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, കോപ്പി പേസ്റ്റ്. കവിയാണോ ഞാനെന്ന് ചെവിയിലേക്ക് എന്തേലും എടുക്കുന്നവർക്ക് അറിയാം, തലയിലെ കണ മാത്രമുള്ളൊരു നാറുകൾ അറിയാനോ വഴിയൊട്ടുമില്ല. ഫ്ലോ മാത്രമേ ഉള്ളോടാ ശരിട്ട നീ വലിയ കോപ്പടാ. എന്താടാ കുഞ്ഞാവെ ഈഗോ ഹർട്ടായോ, ബിസിനസ് മോശം സീറോ സ്ലേഷം കട്ടായോ, ബാക്കപ്പ് റാപ്പർ കൊള്ളാം ചുണ്ടൻ എലിയുടെ 10,000. ബാക്കപ്പ് റാപ്പർ കൊള്ളാം ചുണ്ടൻ എലീൻ്റെ 10,000. ലൈക്ക് ചുണ്ടനെലീൻ്റെ 10,000 എന്ന് പറയുന്നത് അതൊരു ചുണ്ടനെലി 10,000 കയറുന്നത് കക്കാനാണ്. ലൈക്ക് ചുണ്ടനെലികൾ 10,000 കയറുന്നത് എങ്ങനെയാ ഇപ്പോൾ പറയാം, 10,000 ശരിക്കും ചുണ്ടനെലി പാടില്ല. സോ someone who should not be there, അതായത് ഒരു തീഫ് കക്കാൻ വേണ്ടിയിട്ട് കൾച്ചർ അല്ലെങ്കിൽ റാപ്പ് ഗെയിമിനെ കക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരാൾ. യു ആർ ജസ്റ്റ് എ ചുണ്ടൻ നെലീനെ 10,000. നീ ഒരു 10,000 ചുണ്ടനെലിയാണ്. അതായത് നീ വന്ന് പെട്ടത് നീ പെടാൻ പാടില്ലാത്തൊരു സ്ഥലത്താണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആൾക്കാർ ശരിക്കുള്ള ആ 10,000 ഉടമകൾ കണ്ടാൽ ആ ചുണ്ടനെലിനെ കൊന്നിടും. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ so called biggest hit ഒരു വിറ്റ് നീ with your face on an ass picture. കായ്ക്കുള്ള കൊടുപ്പ്. യു സോ കോൾഡ് ബിഗ്ഗസ്റ്റ് ഹിറ്റ് അത് വിറ്റത് വിത്ത് ഒരു ആസ് പിക്ചർ. കായുടെ കവറിന് വേണ്ടിയിട്ട് കവർ ഇട്ടിട്ട് കൊടുത്ത സാധനം.
ദിസ് ഈസ് വൈ ദിസ് മാൻ ഈസ് കോൾഡ് ദ തീ ഇൻ മലയാളം ഹിപ്പ് ഹോപ്പ്. നടിക്കാൻ പോക്കോബട്ട് സീനിൽ ഇതാകും നിന്റെ ലാസ്റ്റ് പിക്ചർ. നടിക്കാൻ പൊക്കോന്ന് സീനിൽ ഇതാവും നിന്റെ ലാസ്റ്റ് പിക്ചർ. മാൻ ഒന്നുകൂടെ ഞാൻ ബാക്കിൽ ഒന്നുകൂടെ ഇടണേ. സോറി ഗൈസ്, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്യുന്നത് എന്താ അറിയോ, ബാർസ് വരുന്നിടത്ത് എനിക്ക് പറയണം, പക്ഷെ വികടക്കാവിയിൽ ഞാൻ ഇങ്ങനെ പോസ് ചെയ്തോണ്ടിരിക്കും, മൊത്തം ബാറാണ്. നിന്റെ സോ കോൾഡ് ബിഗ്ഗസ്റ്റ് ഹിറ്റ് ഒരു വിറ്റ് നീ വിത്ത് യുവർ ഫേസ് ഓൺ എ നാഷ് പിക്ചർ. നടിക്കാൻ പോക്കോബട്ട് സീനിൽ ഇതാകും നിന്റെ ലാസ്റ്റ് പിക്ചർ. Next time you drop a track, give us a നോയിഡിന്റെ ആ സാധനം കേൾക്കുമ്പോ ചിരി വരികയാണ്. സോറി ഗൈസ്. പ്യൂർ ജീനിയസ് ട്രാക്ക്. പോക്കോബട്ട് സീനിൽ ഇതാകും നിന്റെ ലാസ്റ്റ് പിക്ചർ. Next time you drop a track, give us a translator. സത്യം. നെക്സ്റ്റ് ടൈം യു ഡ്രോപ്പ് എ ട്രാക്ക്, ഗീവ് എസ് എ ട്രാൻസ്ലേറ്റർ. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ മാപ്പിള ഇത് ചെയ്തില്ലേ, മറ്റേ ബ്രേക്ക് ഡൗൺ ചെയ്തില്ലേ, ആ സമയത്ത് അതിന്റെ ലിറിക്സ് എടുത്ത് കിട്ടാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. സത്യം പറയാലോ, ഞാൻ സോങ്ങിന്റെ മ്യൂസിക്കിന്റെ ഭാഗം കുറച്ച് വോക്കൽസ് മാത്രം കൂട്ടിയിട്ട് കേട്ട് എഴുതി അങ്ങനെയാണ് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്തത്. കാരണം ഇതിന്റെ ലിറിക്സ് ഔട്ടായിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ട് ഐ നോ ദാറ്റ് പെയിൻ. കാഞ്ഞിരമല്ലട ആൽമര പേരുകൾ പോലെ വള്ളികൾ സ്ട്രോങ് ആയിട്ട് സീനിലെ വൻമരം കായ്ബലമില്ലാത്ത കാഞ്ഞിരം എന്ന് പറഞ്ഞില്ലേ, അതിനുള്ള റിപ്ലൈ ഉണ്ടാവുന്ന പോലൊക്കെ ആളുകൾക്ക് ആശ്രയം അതുകൊണ്ട് ആവണം. അല്ല മിന്നോനാണെങ്കിൽ എന്തൊരു പെട്ടെന്ന് അൽഗോരിതവുമായി അഡാപ്റ്റ് ആയ അന്റെ ഓന്റെ ആക്സെന്റ് ഒക്കെ പോന്നെ. ബട്ട് ഹി ഫ്രം 01 നീ ഒരു കിടിലും ക്ലൗഡ് ചേസിംഗ് ബാണം തന്നെ. ഡൗട്ട് വേണ്ട, ഐ ഗേവ് യു എ കൊളാബ് ടാലന്റ് കൊണ്ട്. ലാസ്റ്റ് വീഡിയോ അണ്ടർ ദ ഗ്രൗണ്ട് ഇപ്പത് കാളപ്പോരെന്നൊക്കെ സുൽത്താനുള്ളതാണ്. ലാസ്റ്റ് വീഡിയോ അണ്ടർ ദ ഗ്രൗണ്ട് ഇപ്പത് കാളപ്പോരെന്നൊക്കെ. ആ കാളപ്പോരിനെ പറ്റിയുള്ള വേഴ്സ് ചെയ്തില്ലേ, അത് കാരണം. എന്നിട്ട് തൂങ്ങുന്നതാണെങ്കിൽ ആരന്റെ കൊമ്പൻ എന്താണ് നിന്റെ മണ്ടൽ. നാലാള് ഒന്നില് പോലെയാ, രണ്ടാള് വന്നിട്ടും വികടന്റെ 5-6 ബാറിന്റെ ഫാക്ട്. 4 ആള് വന്നിട്ടും ഇനിയിപ്പോ എത്ര ആള് വന്നിട്ടും വികടന്റെ 5-6 ബാറിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. ലൈക്ക് when we think like DB was this and Mapla was this, to be frank guys. അതായത് DBയിൽ വികടൻ കൊടുത്ത ആ ബാർസും ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിന്റെ അയലത്ത് പോലും എത്തിയിട്ടില്ല നമ്മുടെ മാപ്പിള. ബാർസ് കൊണ്ടും ഫ്ലോ കൊണ്ടും ജസ്റ്റ് ആ ഒരു മ്യൂസിക്കിന്റെ ബലം കൊണ്ട് ഇങ്ങനെ പിടിച്ച് പോയതേ സാധനമുള്ളൂ. അതായത് നമുക്ക് കേൾക്കാൻ ആ മ്യൂസിക് ഉണ്ടായതുകൊണ്ട്, റേസറിന്റെ ബീറ്റ് ഉണ്ടായതുകൊണ്ട് ഹി കുക്ക്ഡ് ഇറ്റ് നൈസ്. ഒരു ക്ലാസിക് കില്ലിംഗ് ആയിരുന്നു മാപ്പിളയിലെ റേസർ ചെയ്തത്. അതുകൊണ്ട് നമ്മളിങ്ങനെ കേട്ട് പോയി. ആൻഡ് സുൽത്താൻ വന്നപ്പോഴാണ് ഒന്നും കൂടെ കുറച്ചെങ്കിലും ഒരു ബേണിങ് വന്നത്. സോ ഇതാണ് എൻ്റെ റിയാക്ഷൻ ഗൈസ്. മൈ ബ്രേക്ക് ഡൗൺ, എൻ്റെ റിയാക്ഷൻ അല്ല, എൻ്റെ ബ്രേക്ക് ഡൗൺ. ഇതിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ് ബിലോ. സോ ഹാപ്പി മലയാളം ഹിപ്പ് ഹോപ്പ് ഇങ്ങനെ വലുതാവുന്നതിൽ, ഇങ്ങനെ കുറേ ഡിസ്ട്രാക്ട് വരുന്നതിൽ. ആൻഡ് ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദ കാറ്റോൺ പിള്ളേരുടെ അണ്ണാക്കിലെ റബ്ബർ ഒഴിക്കൽ. ഐ വോണ്ട് ടു സീ ദാറ്റ്. കുത്തിത്തിരിപ്പുണ്ടാക്കിയല്ല, എനിക്ക് അങ്ങനത്തെ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഡിസ്ട്രാക്റ്റുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് നോ ഹെയ്റ്റ് ഗൈസ്, ലൈക്ക് ദിസ് ഇസ് പാർട്ട് ഓഫ് കൾച്ചർ റൈറ്റ്. സോ അതുകൊണ്ട് ഇങ്ങനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പറഞ്ഞതുള്ളൂ, വെയിറ്റിംഗ് ഫോർ ദ കാറ്റോൺ പിള്ളേഴ്സ് അണ്ണാക്കിലെ റബ്ബർ ഒഴിക്കൽ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ദിസ് ഈസ് ഹൗ എ ഡിസ്ട്രാക്ട് ഷുഡ് ബി, ദിസ് ഈസ് ഹൗ എ ഡിസ് റിപ്ലൈ ഷുഡ് ബി. അതായത് മലയാളം ഹിപ്പ് ഹോപ്പ് സീനിലേക്ക് വരുന്നവരൊക്കെ കണ്ട് പഠിക്കാൻ പറ്റുന്ന കുറേ ഡിസ്ട്രാക്റ്റുകളാണ് ഇതൊക്കെ. അതായത് ഹൗ ഹീ ഈസ് യൂസിങ് ലൈക്ക് ബേബി പറഞ്ഞ പല വാക്കുകളും ബേബിയുടെ പല ആർട്ടും വെച്ചിട്ട് തന്നെയാണ് അവന് തിരിച്ചടിക്കുന്നത്. ലൈക്ക് ആസ് ഓൺ ഷീറ്റ് ഫേസ്, തലക്കണം, അതേപോലെ തന്നെ കായ്, മാപ്പിള വെച്ചിട്ടാണ് മാപ്പില്ല ഉണ്ടാക്കിയത്. സോ ആ ക്രിയേറ്റീവ് പ്രോസസ്സ് കണ്ടില്ലേ, ദിസ് ഈസ് ഹൗ ഡിസ്ട്രാക്ട് ഷുഡ് ബി. ലൈക്ക് ആ പറഞ്ഞത് തന്നെ തിരിച്ചടിച്ചിട്ട് നമുക്ക് അപ്പം തന്നെ സാധനം കിട്ടുന്നത്, ഇറ്റ്സ് ലൈക്ക് വേറെ മൂഡ് ക്രിയേറ്റീവാണ്. ആൻഡ് ബിഗ് ഷൗട്ട് ഔട്ട് ടു നോയിഡ് സെൻസി, ബീറ്റ് പ്രൊഡ്യൂസർ, ലൈക്ക് ആൻഡ് ഐഡിയാസ് കൺവേർട്ടഡ്. എല്ലാം കൊണ്ടും അടി കൊണ്ട് തഴഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. റാപ്പ് ബാറ്റിലെ മെയിൻ സംഭവമാണ്. അതായത് നമ്മൾ ആരാണ് വിജയിച്ചതെന്നൊന്നും പറയൂല. ഇനി 10 കൊല്ലം കഴിഞ്ഞിട്ടാവും ബേബിയുടെ അടുത്ത ഡിസ് വരാൻ പോണതെന്ന് വിചാരിക്കുക. എന്തായാലും നിങ്ങൾക്ക് ആരുടെ ബാസാണ് ബെറ്ററായി തോന്നിയത്, ആരാണ് പൊളിയായി തോന്നിയത്, ആരുടെയാണ് ബെറ്ററായി തോന്നിയത് എന്നുള്ളത് താഴെ കമൻ്റ് ഇടുക.
അത് മൊത്തം ഒരു തീയാവുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയാം, താഴെ കമൻറ്റ് ഇടുക ഇഫ് യു ഹാവ് എനി അതർ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പീസ് ഗൈസ്, പീസ് ഔട്ട്. അസ്സലാമലൈക്കും. മാപ്പില്ല തുടക്കമേ പറഞ്ഞത് ഇത്തവണ മടിയില്ല. ദിസ് ടൈം പേനയ്ക്ക് ക്യാപ്പില് മാപ്പില്ല